ഗാസയിൽ വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുഷ്കരമായി തന്നെ തുടരുകയാണ്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. വെടിനിർത്തൽ വെറും കടലാസിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഗാസയിലെ ജനങ്ങൾ ജീവിക്കുന്നത് അവിശ്വസനീയമായ ദുരിതങ്ങളിലൂടെയാണ്. പ്ലേഗ് ഭീതിയും പട്ടിണിയും ഇവിടെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. മാത്രമല്ല, മാസങ്ങളായി തന്നെ നീണ്ടു നിൽക്കുന്ന ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ തകർന്നു വീണ കെട്ടിടങ്ങൾക്കടിയിൽ നിന്നും അവിടെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കടിയിൽ ഇപ്പോഴും 5000-ലധികം മൃതദേഹങ്ങൾ ചീഞ്ഞഴുകിയ നിലയിലുണ്ട് എന്നതാണ് CNN റിപ്പോർട്ട് നൽകുന്ന വിവരം. അത് മാത്രമല്ല, ഒക്ടോബറിന് ശേഷം 784 മൃതദേഹങ്ങൾ മാത്രമാണ് അധികൃതർക്ക് അവിടെ നിന്നും വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. 7500-ലധികം ആളുകളെ കുറിച്ച് ഇപ്പോഴും വിവരമില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വാർത്തയായി പുറത്തു വന്നിരിക്കുന്നത്. ഒക്ടോബറിലാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ 2 ഘട്ടങ്ങളിലായുള്ള സമാധാന കരാർ ഒപ്പുവെച്ചത്. വ്യവസ്ഥകൾ പരസ്പരം ലംഘിച്ചതായാണ് ഇരുവിഭാഗവും കുറ്റപ്പെടുത്തുന്നതും. ഗാസയുടെ 70%-ലധികം പ്രദേശങ്ങളുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായി തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ തന്നെ ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ വീണ്ടും ശക്തമായി തന്നെ തിരിച്ചു വരികയാണ്. വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിനു ശേഷം മാത്രം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 1059 പേർ കൊല്ലപ്പെടുകയും 3429 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി തന്നെ പാലസ്തീൻ ഔദ്യോഗിക മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഒക്ടോബറിന് ശേഷം പ്രതിദിനം ശരാശരി 1 കുട്ടി എന്ന നിലയിലാണ് ഗാസയിൽ ജീവൻ പൊലിയുന്നത്. ഗാസയിലെ കുട്ടികളെ ബോധപൂർവം ലക്ഷ്യമിടുന്നതിലൂടെ തന്നെ ഇസ്രായേൽ വംശഹത്യ തുടരുകയാണ് എന്നതാണ് ഇവിടെ UN കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഗാസയിലെ ജനസംഖ്യയുടെ 90%-ലധികം ഏകദേശം 1.9 ദശലക്ഷം ആളുകൾ അവിടെ ഭവനരഹിതരാണ്. താൽക്കാലിക കൂടാരങ്ങളിലാണ് മാസങ്ങളായി തന്നെ ഇവരുടെ താമസം. മാത്രമല്ല, വലിയ രീതിയിൽ ഇവിടെ അതിന്റെ ശുചിമുറികളുടെ അഭാവം മൂലം കടുത്ത മാലിന്യങ്ങൾ നടുവിലാണ് ഇവരുടെ താമസവും. കൂടാരങ്ങളിൽ എലികളും പാറ്റകളും മറ്റ് കീടങ്ങളും ഇവിടെ പെറ്റുവരികയാണ്. ഉറങ്ങിക്കിടക്കുന്ന കൊച്ചുകുട്ടികളെയും മുതിർന്നവരെയും ഇവ കടിക്കുന്നതോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഇവ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുന്നതായി തന്നെ അന്താരാഷ്ട്ര സംഘടനയായ മെഡിക്കൽ എയ്ഡഡ് ഫോർ പാലസ്തീനിയസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദുരിതാശ്വാസമായി ലഭിക്കുന്ന അരിയും ഗോതമ്പും എലികൾ കാർന്നു തിന്നുന്നത് തടയാൻ അതായത് അവിടുത്തെ ഭക്ഷണ പൊതികൾ കൂടാരങ്ങളുടെ മേൽക്കൂരകളിൽ കെട്ടിത്തൂക്കുന്ന അത്തരം ഒരു അവസ്ഥയാണ് പലസ്തീനികൾക്ക് വന്നിരിക്കുന്നത്. തകർന്നടിഞ്ഞ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും 5000-ലധികം മൃതദേഹങ്ങൾ ചീഞ്ഞഴുകിയ നിലയിലുണ്ട് എന്നത് തന്നെയാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഒക്ടോബറിന് ശേഷം 784 മൃതദേഹങ്ങൾ മാത്രമാണ് അധികൃതർക്ക് അവിടെ നിന്നും വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. 7500-ലധികം ആളുകളെ കുറിച്ച് ഇപ്പോഴും യാതൊരുവിധ വിവരവുമില്ല. DNA ടെസ്റ്റിംഗ് കിറ്റുകളുടെ അഭാവം മൂലം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ്. യുദ്ധം കാരണം ഗാസയിലെ തൊഴിലില്ലായ്മ നിരക്ക് 85.1% ഉയർത്തിയതായി തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധത്തിന് മുൻപ് ഇത് 45%. ഇത്തരം ഒരു കടുത്ത സാഹചര്യത്തിലും തങ്ങളുടെ അതിജീവനത്തിന്റെ കഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതീക്ഷ കൈവിടാതെ ഇപ്പോൾ ഗാസയിലെ ജനങ്ങൾ, ഗാസയിലെ പുതിയ തലമുറ പോരാടുകയാണ് എന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.